Welcome to NCERT +1 and +2 physics. Appo nammal one second. Thermal properties of matter sections 11.3 ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ സമ്മറിയിലെ പോയിന്റ്സ് ആണ്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ആണ്. Temperature measuring device, thermometer, makes use of some measurable property called thermometric property that changes with temperature. Okay, അപ്പോൾ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്താണ് തെർമോമീറ്റർ ആണ് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം അതിന് അണ്ടർലൈങ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ വിത്ത് ടെമ്പറേച്ചർ ഫിസിക്കൽ ഡയമെൻഷൻസ് ഓഫ് ദാറ്റ് ലിക്വിഡ് ഇൻസൈഡ് ഓഫ് ദ ഗ്യാസ് ഇൻസൈഡ് വിൽ ചേഞ്ച്. അപ്പോൾ അത് വെച്ചിട്ടാണ് മെഷറിങ് നമ്മൾ കണ്ടു. ഡിഫറെന്റ് തെർമോമീറ്റർ leads to different temperature scales. പല തെർമോമീറ്റേഴ്സ് പല തരത്തിലുള്ളുണ്ട്. അങ്ങനെ പല ടെമ്പറേച്ചർ സ്കെയിൽസ് ഉണ്ട്. To construct a temperature scale, two fixed points are chosen and assign some arbitrary values of temperature. അപ്പോൾ നമ്മൾ ഇന്നലെ അത് ഡിസ്കസ് ചെയ്താണ്. റെഫറൻസിന് രണ്ട് ഫിക്സഡ് പോയിന്റ് ഐസ് പോയിന്റും സ്റ്റീം പോയിന്റും എടുക്കുന്നു. The two numbers fix the origin of the scale and size of the unit. അപ്പം ഓരോ സ്കെയിലിന്റെയും ഐസ് പോയിന്റും സ്റ്റീം പോയിന്റും എങ്ങനെയാണെന്നുള്ളതനുസരിച്ച് ആ സ്കെയിലിന്റെ ഒറിജിനും size of the unit വ്യത്യസ്തമായിട്ടിരിക്കുന്നു. And Celsius temperature and Fahrenheit temperature are related by this equations. This equation like Fahrenheit ഇതാണ് ഈ ഇക്വേഷൻ എന്ന് വെച്ചാൽ T subscript F ആണ് കേട്ടോ. That is Fahrenheit temperature is equal to 9/5 Tc, that is the Celsius temperature plus 32. ഇക്വേഷൻ ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് കൺവേർഷൻസ് യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇൻ കേസ് ഈ ഇക്വേഷനകത്ത് നമുക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ സാധിക്കുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ജസ്റ്റ് ചിന്തിച്ചാൽ മതി. നമുക്ക് രണ്ട് സ്കെയിലാണ് ഉള്ളത്. എന്താണ് ഫാരൻഹീറ്റ് സ്കെയിലും ഉണ്ട്, പിന്നെ നമുക്ക് സെൽഷ്യസ് സ്കെയിലും ഉണ്ട്. അങ്ങനെ രണ്ട് സ്കെയിലാണ് ഉള്ളത്. അപ്പൊ അതിൻ്റെ അകത്ത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെഫറൻസ് പോയിന്റ് ആണ്. ഇന്നലെ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഞാൻ ഇന്നലെ ഒന്നുകൂടെ കൂടി ഈ ഇക്വേഷൻ നമ്മളൊന്ന് ഡെറിവേഷൻ ഇന്നലെ കണ്ടില്ല. അപ്പം വിത്ത് ദിസ് ഗ്രാഫ് ഈ ഡെറിവേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ദാറ്റ് ഈ ഇക്വേഷൻ വേണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ വലിയ പാടൊന്നും ഇല്ലാത്ത ഇക്വേഷനാണ്. കൺഫ്യൂഷൻ ഇല്ലാതെ ഇത് ഓർത്തിരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇതെടുക്കാൻ വിചാരിച്ചത്. സോ ഐസ് പോയിന്റും സ്റ്റീം പോയിന്റും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം സെൽഷ്യസ് സ്കെയിലിൽ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുന്നതാണ്. ഐസ് പോയിന്റ് നമുക്കറിയാം 0 ഡിഗ്രി സെൽഷ്യസും ഇവിടെ സ്റ്റീം പോയിന്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസും ആണെന്ന് നമുക്കറിയാം. അതുപോലെ ഫാരൻഹീറ്റ് സ്കെയിലാണെങ്കിൽ ഐസ് പോയിന്റ് എന്ന് പറയുന്നത് 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അപ്പൊ ഈ ഫാരൻഹീറ്റ് 32 ഡിഗ്രി എഫ് എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് ദ ഫ്രീസിംഗ് പോയിന്റ്. ഓക്കെ, ഇതിൻ്റെ അകത്തെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 212 ഡിഗ്രി ഫാരൻഹീറ്റ്, അഥവാ സ്റ്റീം പോയിന്റ്. അപ്പൊ ഇതിനെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ ഈ ഗ്രാഫിൽ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചറും ഫാരൻഹീറ്റ് ടെമ്പറേച്ചറാണ് ഇങ്ങോട്ട് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ എക്സ് ആക്സിസിൽ സെൽഷ്യസ് ടെമ്പറേച്ചർ ആണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് എക്സ് ആക്സിസിൽ സെൽഷ്യസും വൈ ആക്സിസിൽ ഫാരൻഹീറ്റ് ടെമ്പറേച്ചറാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. എന്ന് നിങ്ങൾക്ക് അറിയാം, സെൽഷ്യസ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് 0 to 100 അല്ലെ. സെൽഷ്യസിന്റെ അകത്ത് സെൽഷ്യസ് നമ്മൾ എക്സ് ആക്സിസിലും ഫാരൻഹീറ്റ് വൈ ആക്സിസിലും എടുക്കുമ്പോൾ എക്സ് ആക്സിസിന്റെ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 to 100 ആണ്. അങ്ങനെ അവിടെ സെൽഷ്യസും മറ്റേത് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫാരൻഹീറ്റ് വൈ ആക്സിസിലാണ് എടുത്തിരിക്കുന്നത്. 32 to 212 അപ്പം 30 to 0 എന്നാണ് എന്താണ് ഈ ഗ്രാഫ്. നമ്മളിവിടെ 0 ഒറിജിൻ 0 ആയിട്ട് എടുത്തുകൊണ്ട് 0, ബട്ട് ഫാരൻഹീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 32 to 212 ആണ്. അപ്പൊ അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടം വരെ ഉള്ളതായിരിക്കും. അപ്പം ഓരോ കറസ്പോണ്ടിങ് ഡിഗ്രി സെൽഷ്യസിനും ആ എത്രയാണ് ഫാരൻഹീറ്റ് എന്നുള്ളത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ ആക്സിസിൽ ഫാരൻഹീറ്റ് എടുത്ത് വെച്ച് വരച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ സ്ട്രെയിറ്റ് ലൈനിൽ നമുക്കറിയാം 0 ഡിഗ്രി എന്ന് പറയുന്നത് സെൽഷ്യസിലെ 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഫാരൻഹീറ്റിലെ 32 ആണ്. സോ ഗ്രാഫ് സ്റ്റാർട്ട്സ് ഹിയർ ആൻഡ് സെൽഷ്യസിലെ 100 ഡിഗ്രി ഇറ്റ് ഈസ് കറസ്പോണ്ടിങ് ടു 212 ഫാരൻഹീറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആണ് ഇങ്ങനെ വിച്ച് സ്റ്റാർട്ട്സ് ഫ്രം 32. അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സോ when you plot TF against TF versus TX ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ it will give you a straight line. അപ്പൊ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്താണെന്ന് നമുക്കറിയാം. സ്ട്രെയിറ്റ് ലൈനിന്റെ ജനറൽ ഇക്വേഷൻ ആണ് ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ. Already everybody knows that is
y is equal to mx plus c എന്നുള്ളതാണ് ഇക്വേഷൻ ഓഫ് എ സ്ട്രേറ്റ് ലൈൻ. ഇവിടെ നമ്മുടെ y ആക്സിസിൽ കിടക്കുന്നത് TF ആണ്, ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ്, ആൻഡ് m എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദ സ്ലോപ്പ് ആണ്, നമുക്കറിയാം. ആൻഡ് x ആക്സിസിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് ആണ്, സോ TZ പ്ലസ് c എന്ന് പറയുന്നത് ദ y ഇന്റർസെപ്റ്റ്. ഓക്കെ, അത് ഏത് സ്ഥലത്താണോ y ആക്സിസ് ആ കർവ് ഏത് y ആക്സിൽ ഏത് കോർഡിനേറ്റിലാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്, അതാണ് y ഇന്റർസെപ്റ്റ്. ഓക്കെ, സോ ഈ മെറ്റീരിയൽസിൽ നമുക്ക് സ്ലോപ്പും y ഇന്റർസെപ്റ്റും മാത്രം നോക്കാം. y ഇന്റർസെപ്റ്റ് നമുക്കറിയാം ഇറ്റ് സ്റ്റാർട്ട്സ് ഹിയർ. അപ്പം y ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 32 ആണ് അല്ലെ. സോ y ഇന്റർസെപ്റ്റ് is 32. അപ്പൊ ഇവിടുത്തെ y ഇന്റർസെപ്റ്റ് നമ്മുടെ ഫ്രം ദ ഗ്രാഫ് ഇറ്റ് സെൽഫ് നമുക്ക് y ഇന്റർസെപ്റ്റ് 32 ആണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആൻഡ് സ്ലോപ്പ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് എന്താണ് ഡെൽറ്റ y ബൈ ഡെൽറ്റ എക്സ് ആണ് സ്ലോപ്പ് ഇൻ ജനറൽ. അപ്പം നമ്മൾ ഈ രണ്ട് പോയിന്റ്സും വെച്ചിട്ട് ഈ ഒരു സ്ലോപ്പ്, അത് ഈ രണ്ട് പോയിന്റ്സിന്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ ഫോർ ദിസ് മച്ച് ഈ ഒരു ഇതിൽ തന്നെ അത് ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ കാണിച്ചിരിക്കുന്ന ഈ രണ്ട് പോയിന്റ്സിൽ സ്റ്റീം പോയിന്റിലും ഐസ് പോയിന്റിലും തന്നെ നമ്മൾ സ്ലോപ്പ് എടുക്കുന്നു ഈ ഗ്രാഫിന്റെ. സോ ഡെൽറ്റ y എന്ന് പറയുന്നത് ഇവിടുത്തെ y എന്ന് പറയുന്ന പോയിന്റ് എത്രയാണ്, വൈയുടെ മാക്സിമം. ഇപ്പൊ ഇതിനെ നമുക്ക് ഈ പോയിന്റിനെ y2 ആയിട്ടും ഈ പോയിന്റിനെ y1 ആയിട്ടും എടുക്കാം. ആൻഡ് ഈ പോയിന്റിനെ x2ഉം ഈ പോയിന്റിനെ x1ഉം ആയിട്ട് എടുക്കുകയാണെങ്കിൽ യു ഹാവ് സ്ലോപ്പ് ആസ് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ദാറ്റ് ഈസ് 212 മൈനസ് 32 ഡിവൈഡഡ് ബൈ x2 എന്ന് പറയുന്ന 100 മൈനസ് 0. സോ ദിസ് ഇസ് 180 ബൈ 100. ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തതിന് കോമൺ ആയിട്ട് കട്ട് ചെയ്യാമെങ്കിൽ അങ്ങനെ കോമൺ ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 9/5. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ TF is equal to, okay, you will get TF is equal to സ്ലോപ്പ് ഇപ്പൊ കിട്ടി 9/5 TZ plus y ഇന്റർസെപ്റ്റ് is 32. അപ്പം ഈ ഇക്വേഷൻ ആണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ഇല്ല പ്രത്യേകിച്ച്. ഇപ്പം എക്സാമിനൊക്കെ നിങ്ങൾക്ക് 9/5 ആണോ 5/9 ആണോ എന്നുള്ള കൺവേർഷൻസ് ഒക്കെ അങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷൻ പെട്ടെന്ന് ഗ്രാഫിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ഇറ്റ് വോണ്ട് ടേക്ക് മച്ച് ടൈം. ഓക്കെ, ഫോർ ദാറ്റ് പർപ്പസ് ഞാൻ ഇവിടെ കാണിച്ചതേ ഉള്ളൂ. ആൻഡ് TF എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. TF ഇപ്പൊ ഗിവൺ TC TF കണ്ടുപിടിക്കാം. ഇനി TC ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് TF കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഇഫ് നമുക്ക് TC ആണ് തന്നിരിക്കുന്നത് ഇനി നമുക്ക് TF ആണ് തന്നിരിക്കുന്നത്, TC കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം, TC is equal to ഇതിന്റെ നമുക്ക് TCM എഴുതാം. TC is equal to TF മൈനസ് 32 ഈ 5/9 അപ്പുറത്തേക്ക് 9/5 അപ്പുറത്തേക്കുമ്പോൾ 5/9. ഇങ്ങനെ നമുക്ക് അതും കണ്ടുപിടിക്കാം. അങ്ങനെ TCയും TFും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. അപ്പൊ നമ്മൾ പുതിയ സെക്ഷനാണ് നോക്കുന്നത്. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഇക്വേഷൻ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, ഇത് നെക്സ്റ്റ് സെക്ഷൻ ഇതാണ് 11.4. ദാറ്റ് ഇസ് ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആൻഡ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. അബ്സല്യൂട്ട് ടെമ്പറേച്ചർ കൺസെപ്റ്റ് എന്താണെന്നും കൂടിയാണ് ഇപ്പൊ ഇവിടെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഐഡിയൽ ഗ്യാസ് ഒക്കെ നമ്മൾ പണ്ടേ എന്താണ് കെമിസ്ട്രിയിലൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമായിരിക്കും. ഐഡിയൽ ഗ്യാസ് ലോ ഒബേ ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഐഡിയൽ ഗ്യാസ്. ആൻഡ് ഐഡിയൽ ഗ്യാസ് ലോ ഇസ് PV/RT എന്നൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടത്. നമ്മൾ ഒന്നുകൂടെയും കൂടെ കാണാം. ഓക്കെ, അപ്പം ഒരു ലിക്വിഡ് ഇൻ ഗ്ലാസ് തെർമോമീറ്റർ ഇത് നോക്കാം. അപ്പം നമുക്ക് ഒരു ലിക്വിഡ് ഇൻ ഗ്ലാസ് തെർമോമീറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഗ്യാസ് തെർമോമീറ്റർ ഉണ്ട്. അപ്പം ഈ ലിക്വിഡ് ഇൻ ഗ്ലാസ് തെർമോമീറ്റർ ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലിക്വിഡ് ഇൻ ഗ്ലാസ് തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസിൻ്റെ അകത്ത് ഏതെങ്കിലും ലിക്വിഡ്, അത് മെർക്കുറിയോ ആൽക്കഹോളോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് അതിന്റെ ടെമ്പറേച്ചർ അനുസരിച്ച് അതിന്റെ എത്രമാത്രം തെർമലി അത് എക്സ്പാൻഡ് ചെയ്യുന്നു എന്നനുസരിച്ച് എന്താണ് അതിന്റെ തെർമൽ എക്സ്പാൻഷൻ വെച്ചിട്ട് ടെമ്പറേച്ചർ അളക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ലിക്വിഡ് ഇൻ ഗ്ലാസ് തെർമോമീറ്റർ. അപ്പം ഈ ലിക്വിഡ് ഇൻ ഗ്ലാസ് തെർമോമീറ്ററിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫിക്സഡ് പോയിന്റ് ഉണ്ട് നമുക്ക്, എന്താണ് സ്റ്റീം പോയിന്റും ഐസ് പോയിന്റും. അത് ഒഴികെ ബാക്കി എല്ലാ ടെമ്പറേച്ചറിലും ഈ ഒരു ഫിക്സഡ് പോയിന്റിന് അപ്പാർട്ട് ആയിട്ടുള്ള എല്ലാ ടെമ്പറേച്ചറിലും അത് പല റീഡിങ്ങും കാണിക്കും. കാര്യം അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഡിഫറെന്റ് എക്സ്പാൻഷൻ പ്രോപ്പർട്ടിയാണ്. ലിക്വിഡ്സിന്റെ എക്സ്പാൻഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് എക്സ്പാൻഷൻ പ്രോപ്പർട്ടിയാണ് ഓരോ ലിക്വിഡിനും. അത് ലിക്വിഡ് ടു ലിക്വിഡ് ഡിഫറെന്റ് ആയിട്ടായിരിക്കും. അത് ഒരു പല ലിക്വിഡ്സും എക്സ്പാൻഡ് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും.
ഒരേ ടെമ്പറേച്ചറിലേക്ക് അതിനെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴും അതിൻ്റെ അടുത്ത് എടുത്തിരിക്കുന്നത് ഇപ്പൊ മെർക്കുറിക്കാണെങ്കിൽ ഒരു തരത്തിലായിരിക്കും, മെർക്കുറിയുടെ എക്സ്പാൻഷന്റെ ഒരു എമൗണ്ട് ആയിരിക്കില്ല ഒരുപക്ഷെ ആൽക്കഹോളിന്റെ എക്സ്പാൻഷൻ. അപ്പം അങ്ങനെ ഡിഫറെന്റ് എക്സ്പാൻഷൻ ആണ് ഫോർ ഡിഫറെന്റ് ലിക്വിഡ്സ്. അത് ഇതിന്റെ ഒരു പോരായ്മയാണ്. നേരെ മറിച്ച് നമ്മൾ ഗ്യാസ് തെർമോമീറ്റർ എടുക്കാമെന്ന് വിചാരിക്കാം. ഇഫ് യു ടേക്ക് ഗ്യാസ് തെർമോമീറ്റർ, ഈ ഗ്യാസ് തെർമോമീറ്ററിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലിക്വിഡ്സിനെ പോലെയല്ല, കുറച്ചും കൂടി സെൻസിറ്റീവും ആക്യുറേറ്റും ആണിത്. അതായത് ഏത് ഗ്യാസ് ആണ്, റിഗാർഡ്ലെസ് ഓഫ് ഏത് ഗ്യാസ് ആണ് അതിൽ ഉപയോഗിക്കുന്നത്, എല്ലാ ഗ്യാസിനും അത് ഏത് ഗ്യാസ് എടുത്താലും എന്താണ് അത് സെയിം റീഡിങ്സ് കാണിക്കും. ഓക്കെ, അതായത് എസ്പെഷ്യലി അറ്റ് ലോ ഡെൻസിറ്റീസിൽ എല്ലാ ഗ്യാസസിനും ഒരേ എക്സ്പാൻഷൻ ബിഹേവിയർ ആയിരിക്കും ഉണ്ടാവുക. അറ്റ് ലോ ഡെൻസിറ്റീസ് ഓൾ ഗ്യാസസ് എക്സിബിറ്റ് സെയിം എക്സ്പാൻഷൻ ബിഹേവിയർ, ഒരേ എക്സ്പാൻഷൻ ബിഹേവിയർ ആയിരിക്കും എല്ലാ ഗ്യാസസും കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്യാസ് തെർമോമീറ്ററിന്റെ ഈ പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചും കൂടി പ്രിസൈസും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അത് ഒരു ഓൾമോസ്റ്റ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ അതൊക്കെ നിങ്ങൾ പഠിക്കും, വീണ്ടും വരുന്നുണ്ട്, അപ്പൊ നമുക്ക് പറയാം. സോ അതാണ് ഈ ഗ്യാസ് തെർമോമീറ്ററിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഇവിടെ നമ്മൾ ലോ ഡെൻസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, സ്പെസിഫിക് ഈ ലോ ഡെൻസിറ്റി ഒരു ഗ്യാസിന് എപ്പോഴാണ് വരിക, ലോ ഡെൻസിറ്റി വരിക മീൻസ് അതിന്റെ പ്രഷർ കുറവും ടെമ്പറേച്ചർ ഹൈയുമായിട്ടിരിക്കുമ്പോഴാണ് അതിന്റെ ഡെൻസിറ്റി ലോ ആകുന്നത്. ലോ ഡെൻസിറ്റി മീൻസ് ഇപ്പൊ മോളിക്കുലർ ഇന്ററാക്ഷൻ അധികം ഉണ്ടാവത്തില്ല, കാര്യം ആ ഒരു അത്രയും ഹൈ ടെമ്പറേച്ചറിലും ലോ പ്രഷറും, ആ കണ്ടീഷനിലാണ് ലോ ഡെൻസിറ്റി അച്ചീവ് ചെയ്യുക. അങ്ങനെ ഒരു കണ്ടീഷനിൽ എന്താണ് ഒരേ എക്സ്പാൻഷൻ ബിഹേവിയർ ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു നമ്മുടെ ഒരു ഇപ്പൊ ഒരു ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു ഗ്യാസിന്റെ പ്രോപ്പർട്ടീസിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ ബിഹേവിയറിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ ഗ്യാസസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വാണ്ടിറ്റിയാണ് പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ. ഗ്യാസിന്റെ പ്രോപ്പർട്ടീസിനെ അതിന്റെ ബിഹേവിയറിനെ എല്ലാം നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് എടുക്കുന്ന 3 വേരിയബിൾസ് ആണ്. 3 വേരിയബിൾസ് ആണ് പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ. ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കെൽവിൻ ടെമ്പറേച്ചർ ആണ്. ഇനി നമ്മൾ അതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കും. ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചർ ആണ്, ഇറ്റ് ഈസ് നോട്ട് ഇൻ ഡിഗ്രി സെൽഷ്യസ്. അപ്പം ടെമ്പറേച്ചറും ഡിഗ്രി സെൽഷ്യസും കെൽവിനും തമ്മിലൊരു ബന്ധമുണ്ട്. അത് ഇത് കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചർ ആണ് ടി കൊണ്ട് റെപ്രസെന്റ്. സപ്പോസ് ടി സി എന്ന് പറയുന്നത് സെൽഷ്യസിലെ ടെമ്പറേച്ചർ എങ്കിൽ സെൽഷ്യസിലെ ടെമ്പറേച്ചർ പ്ലസ് 273.15 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കെൽവിൻ സ്കെയിൽ കിട്ടും. ഓക്കെ, അപ്പൊ ഈ കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചർ ആണ് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്ത ഈ ടെമ്പറേച്ചർ, അത് ശ്രദ്ധിക്കാം. അപ്പൊ ഇനി നമുക്ക് പ്രോപ്പർട്ടീസിലേക്ക് വരാം. അതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് വാസ് നോൺ ദാറ്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ, സപ്പോസ് ദിസ് ടെമ്പറേച്ചർ, അതായത് നമ്മുടെ ടി എന്ന് പറയുന്നത് നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കാന്ന് വിചാരിക്കും. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന പക്ഷം ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസിന്റെ പ്രഷറും വോളിയവും റിലേറ്റ് ആവുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, പ്രഷർ വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ വിൽ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. അത് വോളിയം കൂടുന്തോറും പ്രഷർ കുറയും. ഓക്കെ, അല്ലെങ്കിൽ പ്രഷർ കുറയും തോറും വോളിയം കൂടും, പ്രഷർ കൂടുന്തോറും വോളിയം കുറയും. അങ്ങനെ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. ദാറ്റ് മീൻസ് ടി വി ഈസ് സം കോൺസ്റ്റന്റ്. ഇതാണ് നമ്മളുടെ, ഇങ്ങനെയാണ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ പ്രഷറും വോളിയം റിലേറ്റഡ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ബോയിൽസ് ലോ എന്ന് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് ആസ് ബോയിൽസ് ലോ. അതുപോലെ തന്നെ ഈ കേസിൽ നമ്മൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചു. ഇനി ആ ഗ്യാസിന്റെ പ്രഷർ, സപ്പോസ് നമ്മൾ പ്രഷർ പി എന്ന് പറയുന്ന പ്രഷർ, ഇഫ് ദാറ്റ് ഈസ് ഹെൽഡ് കോൺസ്റ്റന്റ്, അതാണ് കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചിരിക്കുന്നെങ്കിൽ it is known that volume is directly proportional to temperature. Volume കൂടുകയാണെങ്കിൽ ടെമ്പറേച്ചറും കൂടും, വോളിയം കുറയുവാണെങ്കിൽ ടെമ്പറേച്ചർ കുറയും. ദാറ്റ് മീൻസ് വി ബൈ ടി ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കേസിൽ ഏത് സമയത്തും വി ബൈ ടി എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി കോൺസ്റ്റന്റ്. അപ്പൊ ഈ റിലേഷൻഷിപ്പിനെയാണ് പറയുന്നത് ചാൾസ് ലോ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി കെമിസ്ട്രിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ചാൾസ് ലോ. അപ്പം ഇത് രണ്ടും എന്താണ്, ലോ ഡെൻസിറ്റി ഗ്യാസസ് ഒബേ ചെയ്യുന്ന 2 പ്രോപ്പർട്ടീസ് ആണ്. ലോ ഡെൻസിറ്റി ഗ്യാസസ് ഒബേ ചെയ്യുന്ന 2 പ്രോപ്പർട്ടിയാണ്. ലോ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ലോ പ്രഷറും ഹൈ ടെമ്പറേച്ചർ. ആ ഒരു കേസിൽ ഇൻ ദാറ്റ് കേസ് ദ ഗ്യാസ് ഇസ് ലോ ഡെൻസിറ്റി, ദ ഗ്യാസ് വിൽ ബി ഹാവിംഗ് ലോ ഡെൻസിറ്റി. ദാറ്റ് കേസ് ഇത് രണ്ടും അവര് ഒബേ ചെയ്യും. അപ്പം ഈ ഒരു
ഈ ലോസ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിംഗിൾ റിലേഷൻഷിപ്പ് ആയിട്ട് മെർജ് ചെയ്യും. അപ്പം അവിടെയാണ് നമ്മുടെ ഈ ഐഡിയൽ ഗ്യാസ് ലോ വരുന്നത്. അപ്പം വി ഹാവ് ദിസ് ടു തിങ്സ് ലൈക്ക് പി വി ഇസ് എ കോൺസ്റ്റന്റ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്കുള്ള മറ്റൊരു കാര്യമാണ് വി ബൈ ടി ഇസ് എ കോൺസ്റ്റന്റ്. ഇത് രണ്ടും കൂടി ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസിന് എടുക്കുവാണെങ്കിൽ പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസിന് ഈ എന്താണ്, ഫോർ എ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസ് ഈ രണ്ട് പി വി വിൽ ബി കോൺസ്റ്റന്റ് ആൻഡ് V by T is a constant. അത് രണ്ടും കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്തു നിന്ന് തന്നെ നമുക്ക് എഴുതാറല്ലോ, പി വി കോൺസ്റ്റന്റ് ആണ്, വി ബൈ ടി കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ മെർജ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. ഹൗ പി വി ബൈ ടി ഇസ് എ കോൺസ്റ്റന്റ്, ഇത് മെർജ് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ലോ എന്ന് വിളിക്കുന്നത്. പി വി ഇത് രണ്ടും കൂടെ മെർജ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതിയെന്നുള്ളൂ. ദിസ് ഇസ് ഐഡിയൽ ഗ്യാസ് ലോ. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസിന് നമ്മൾ എഴുതാണ് ഒരു ജനറൽ ഫോമിൽ. അത് ഏതൊരു സിംഗിൾ ഗ്യാസിന്റെ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി എടുത്താലും നമുക്ക് ഓക്കെ, ഇതെന്ന് പറയുന്ന ഒരു ജസ്റ്റ് ഒരു ക്വാണ്ടിറ്റി ഓഫ് സിംഗിൾ ഗ്യാസിനാണ്. പക്ഷെ ഏതൊരു ലോ ഡെൻസിറ്റി ഗ്യാസിനും നമുക്ക് ജനറൽ ആയിട്ട് എഴുതാവുന്ന തരത്തിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ കോൺസ്റ്റന്റ് വാല്യൂവിനെ മനസ്സിലാക്കിക്കൊണ്ടാണ്. അപ്പൊ നമുക്ക് അത് എഴുതാം. ദാറ്റ് ഇസ് ദ general form of ideal gas equation applied to any quantity of low density gas. ഇതെന്ന് പറഞ്ഞപ്പോൾ ഇതൊരു പർട്ടിക്കുലർ സിംഗിൾ ക്വാണ്ടിറ്റി ആണല്ലോ പറ്റും. അപ്പൊ ഏതിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കോൺസ്റ്റന്റ് വാല്യൂ ഇങ്ങനെയാണ് വരിക, പി വി by T, that constant is mu R. Okay, where otherwise we can write PV is equal to mu R T. ഇതാണ് ജനറൽ ഇക്വേഷൻ. ഇതിൽ അപ്പം ആ mu എന്ന് പറയുന്നത് എന്താണ്, mu is the number of moles in the sample of gas. ഏത് ഗ്യാസ് ആണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ അകത്തെ എത്രമാത്രം നമ്പർ ഓഫ് മോൾസ് അതിൻ്റെ അകത്തുണ്ട്, അതാണ് mu എന്ന് പറയുന്നത്. ഓക്കെ, ആ മ്യൂയുടെ ഇൻകോർപ്പറേഷനോടുകൂടി അത് ജനറൽ ഫോമിൽ ഏതൊരു എന്താണ് ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസിനും അപ്ലൈ ആവുന്ന തരത്തിലായി. ആൻഡ് ഇവിടെ വന്നിരിക്കുന്ന ആർ എന്ന് പറയുന്നതാണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ കെമിസ്ട്രിയിൽ ഇതൊക്കെ എന്താണെന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കണ്ടിട്ടുണ്ടാവും. ആൻഡ് ദാറ്റ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് വാല്യൂ ആണ് 8.31 ജൂൾസ് പെർ മോൾ കെൽവിൻ. ഓക്കെ, പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് നോക്കുക, അപ്പം നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന പി വി ഇസ് ഈക്വൽ ടു മ്യൂ ആർ ടി എന്നുള്ളതാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഉണ്ടെന്നാണ്, പി വി ഈസ് പ്രൊപ്പോർഷണൽ ടു ടി എന്ന് എഴുതാമല്ലോ. പിയുടെയും വിയുടെയും കൂടെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ടിയോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പം ഈ ഒരു റിലേഷൻ വെച്ചിട്ട് നമുക്ക് ഒരു കോൺസ്റ്റന്റ്, ഈ ഒരു ഇക്വേഷന്റെ ആധാരത്തിലാണ് കോൺസ്റ്റന്റ് വോളിയം ഗ്യാസ് തെർമോമീറ്ററിന്റെ ബേസിസ് എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ ആണ്, കോൺസ്റ്റന്റ് വോളിയം ഗ്യാസ് തെർമോമീറ്റർ. ഓക്കെ, അപ്പൊ എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഇതിന്റെ അകത്ത് തന്നെ ഈ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ഗ്യാസ് തെർമോമീറ്ററിന്റെ വോളിയം എന്ന് പറയുന്നത് ഫിക്സീവ് ആണ്. ദാറ്റ് മീൻസ് ആ ഒരു വോളിയം ഓഫ് ഗ്യാസ് അവിടെ ഫിക്സ് ചെയ്യുന്നു, അതിനെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കുന്നു, കോൺസ്റ്റന്റ്ലി ഫിക്സ്ഡ്. അത് ഫിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ ഒരു ഇക്വേഷന്റെ അകത്ത് നിന്നും ഫ്രം ദിസ് ഇക്വേഷൻ വാട്ട് വി ക്യാൻ സേ ദെൻ ദാറ്റ് ഇംപ്ലൈസ് പി ഈസ് പ്രൊപ്പോർഷണൽ ടു ടി എന്ന് നമുക്ക് എഴുതാം. അപ്പം എന്താണ്, ഈ ഗ്യാസിന്റെ പ്രഷറിനെ ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് വോളിയം ഗ്യാസ് തെർമോമീറ്ററിൽ വോളിയം ഫിക്സ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ ആ പ്രഷറിനെ നമ്മൾ വേരി ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ അവിടെ ചേഞ്ച്ഡ് ആവും. ഓക്കെ, സോ വോളിയം ഓഫ് ഗ്യാസ് കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ പ്രഷർ വേരി ചെയ്യുകയാണെങ്കിൽ ടെമ്പറേച്ചർ വേരിയേഷൻ കാണിക്കും. അപ്പം ഒരു കോൺസ്റ്റന്റ് വോളിയം ഗ്യാസ് തെർമോമീറ്ററിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെഡ് ഇൻ ടേംസ് ഓഫ് പ്രഷർ അനുസരിച്ചിട്ടാണ് ടെമ്പറേച്ചറിന്റെ വാല്യൂവിനെ കാണിക്കുന്നത്. ഓക്കെ, അപ്പം അതിന്റെ ഒരു ഫിഗർ നമ്മൾക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ ഫിഗർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വോളിയം തെർമോമീറ്ററിൽ, ദാറ്റ് മീൻസ് വോളിയം ഫിക്സ്ഡ് ആക്കിയിരിക്കുന്ന
ഒരു ലോ ടെമ്പറേച്ചർ ലോ ഡെൻസിറ്റി ഗ്യാസിന്റെ ലോ ഡെൻസിറ്റി ഗ്യാസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് വോളിയം തെർമോമീറ്ററിന്റെ പ്ലോട്ട് ആണ്, പ്ലോട്ട് ഓഫ് പ്രഷർ വേഴ്സസ് ടെമ്പറേച്ചർ. അപ്പൊ എന്താണ് കോൺസ്റ്റന്റ് വോളിയം? അത് വി ഫിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ എന്താണ്, ദാറ്റ് മീൻസ് പി ഈസ് പ്രൊപ്പോർഷണൽ ടു ടി. അപ്പൊ പിയും ടിയും തമ്മിൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പം ഇവിടം വരെയാണ് നമ്മൾ മെഷർ ചെയ്തത്, ഇവിടം വരെയാണ്. ഓക്കെ, പി വേഴ്സസ് ടി ഇങ്ങനെ മെഷർ ചെയ്യുന്ന ഇത്രയുമാണ്, മെഷറബിൾ ആയിട്ട് കിട്ടിയിരിക്കുന്ന ഇത്രയുമാണ്, ദാറ്റ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്, പക്ഷെ ആക്ച്വലി ഈ നമ്മുടെ പി വി ഇസ് ഈക്വൽ ടു മ്യൂ ആർ ടി എന്ന് പറയുന്ന ഇക്വേഷൻ തന്നെ ഒരു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ്. അപ്പൊ മോസ്റ്റ്ലി എന്താണ് റിയൽ ഗ്യാസ്, ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ മോളിക്യൂൾസ് തമ്മിൽ തീരെ ഇന്ററാക്ഷൻ ഇല്ല, ഇന്ററാക്ട് ചെയ്യത്തില്ല എന്നുള്ള തരത്തിലുള്ള ഗ്യാസ് ആണ് ഐഡിയൽ ഗ്യാസ്. എന്നാൽ റിയൽ ഗ്യാസ് അങ്ങനെയല്ല, ഇറ്റ് വിൽ ഇന്ററാക്ട്. ഓക്കെ, അപ്പൊ റിയൽ ഗ്യാസ് എപ്പോഴും നോർമലി എന്താ വെച്ചാൽ മെഷർമെന്റ്സ് എന്ന് പറയുന്നത് ഐഡിയൽ ഗ്യാസിൽ നിന്നും എസ്പെഷ്യലി ലോ ടെമ്പറേച്ചറിലെ മെഷർമെന്റ്സിലെല്ലാം റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസിൽ ഒബേ ചെയ്യണമെന്നില്ല. ഓക്കെ, കാര്യം ലോ ടെമ്പറേച്ചർ ആവുന്നതെന്ന് വെച്ചാൽ ഹൈ ഡെൻസിറ്റി ആവും ഗ്യാസ്. ഓക്കെ, ഇത് ലോ ഡെൻസിറ്റി ഗ്യാസുകളാണ് ഈ ഒരു പി പ്രൊപ്പോർഷണൽ ടു ടി എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഒബേ ചെയ്യുക. ഹൈ ടെമ്പറേച്ചർ ആവുമ്പോഴത്തേക്കും ഹൈ ഡെൻസിറ്റി ആവുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, അതിന് ഡീവിയേഷൻസ്, സിഗ്നിഫിക്കൻറ്റ് ഡീവിയേഷൻസ് വരാം. എന്നാലും ഓൾമോസ്റ്റ് ഒരു ലാർജ് ടെമ്പറേച്ചറിൽ എപ്പോഴും കാണപ്പെടുന്നത് ഒരു വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൽ എന്താണ് ലോ ടെമ്പറേച്ചറിലൊക്കെ ഒരു വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, ലാർജ് ടെമ്പറേച്ചർ റേഞ്ചിൽ തന്നെ ഈ പി പ്രൊപ്പോർഷണൽ ടു ടി ഒബ്സർവ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം ഇതിന്റെ അകത്തുനിന്ന് തന്നെ നോക്കുക, ഇങ്ങനെ നമ്മൾ ഗ്രാഫ് കിട്ടുന്ന ഈ ഗ്രാഫ് എന്ന് പറയുന്ന ഈ സോളിഡ് ലൈൻ ആണ്. ഓക്കെ, അപ്പം ഈ ഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഷർ സീംസ് ടു അപ്രോച്ച് സീറോ, അത് ഇതിനെ ഒന്ന് എക്സ്ട്രാപ്ലേറ്റ് ചെയ്യുവാണ്. ഈ സോളിഡ് ലൈൻ ആണ് നമ്മുടെ ഗ്രാഫ്. ഈ ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത് ഇവിടെ ഡോട്ടഡ് ലൈൻ ആയിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വൽ ഗ്രാഫ് ഇത്രേ ഉള്ളൂ. അപ്പൊ ഈ ഗ്രാഫിനെ നമ്മളിങ്ങനെ എക്സ്ട്രാപ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് സീംസ് ലൈക്ക് എന്താണ്, പ്രഷർ അൾട്ടിമേറ്റ്ലി സീറോയിലെത്തും. ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, പ്രഷറിന്റെ വാല്യൂ ഹിയർ ഇറ്റ് ഇസ് സീറോ. പ്രഷർ സീറോ അല്ല ഈ പോയിന്റ്, കാര്യം പ്രഷർ എക്സ് ആക്സിസ്, പ്രഷർ ഇസ് ഇൻ ദ വൈ ആക്സിസ്. അപ്പൊ പ്രഷർ എക്സ് ആക്സിസുമായിട്ട് കോയിൻസൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രഷർ ആ വാല്യൂ സീറോ എത്തുക എന്നല്ലേ പറയാം. അപ്പം എന്താണ് ഈ ഇതിൻ്റെ അകത്ത് ഇപ്പൊ നമ്മൾ ടെമ്പറേച്ചർ വളരെയധികം കുറയ്ക്കുകയാണെങ്കിൽ, ഓക്കെ, ഒരുപാട് ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ, അത് ഏറ്റവും അധികം ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ നോർമലി സംഭവിക്കുക എന്താണ്, ബിക്കോസ് ഒരുപാട് പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ ഈ ഫ്രം ദ ഗ്രാഫ് വി ക്യാൻ സീ ദാറ്റ് അൾട്ടിമേറ്റ്ലി പ്രഷർ സീറോ ആവുന്ന തരത്തിൽ ഒരു കേസ് വരും എന്നാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ആ അബ്സല്യൂട്ട് മിനിമം ടെമ്പറേച്ചർ, അത് പ്രഷർ സീറോയിൽ എത്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ടെമ്പറേച്ചർ ഈസ് പ്രഷറും അതുപോലെ തന്നെ ടെമ്പറേച്ചറും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ് ഫോർ എ വോളിയം ഫിക്സ്ഡ്. ഫോർ എ വെൻ വോളിയം ഈസ് ഫിക്സ്ഡ്, പ്രഷറും ടെമ്പറേച്ചറും എന്താണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പം പ്രഷർ സീറോയിൽ എത്തുക എന്ന് പറയുമ്പോൾ അപ്പൊ ആസിഫ് ഇങ്ങനെ എക്സ്ട്രാപൊളേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് സീംസ് ലൈക്ക് പ്രഷർ സീറോയിൽ എത്തുന്നുള്ള. അപ്പം ദാറ്റ് മീൻസ് എന്താണ്, ടെമ്പറേച്ചർ അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ടെമ്പറേച്ചർ ആണോ ഇവിടെ വരുന്നത്, ആ ടെമ്പറേച്ചർ ആണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് 273.15 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത്. അതെന്ന് പറയുന്നത് എന്ത് പറ്റും, ദാറ്റ് വിൽ ബി ദ അബ്സല്യൂട്ട് മിനിമം ടെമ്പറേച്ചർ ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാര്യം പിയും ടിയും പ്രപ്പോർഷണൽ ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ എക്സ്ട്രാപ്ലേറ്റ് ചെയ്ത് പി എ സീറോയിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ആണ് ഇറ്റ് ഈസ് ടേംഡ് ആസ് ദ അബ്സല്യൂട്ട് മിനിമം ടെമ്പറേച്ചർ ഫോർ ആൻ ഐഡിയൽ ഗ്യാസ്. ഒരു ഐഡിയൽ ഗ്യാസിനെ സംബന്ധിച്ചുള്ള അബ്സല്യൂട്ട് മിനിമം ടെമ്പറേച്ചർ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ദാറ്റ് ഈസ് മാർക്ഡ് ആസ് -273.15 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പൊ അത് ഇവിടെ അതാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പം പല ഗ്യാസസിന്, ഇപ്പം ഗ്യാസ് എ, ഗ്യാസ് ബി, ഗ്യാസ് സി, ഇതൊക്കെ പലതരത്തിലുള്ള ഗ്യാസുകളാണ്. വ്യത്യസ്തമായ ഗ്യാസിന് ഈ പ്രഷർ വേഴ്സസ് ടെമ്പറേച്ചറിനെ പ്ലോട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു ലോ ഡെൻസിറ്റി ഗ്യാസിന് ഇങ്ങനെ പ്രഷർ വേഴ്സസ് ടെമ്പറേച്ചർ പ്ലോട്ട് ചെയ്തിരിക്കുകയാണ് ഇതിനെല്ലാം. അപ്പം ഈ ഗ്യാസസ് ഡിഫറെന്റ് ആണ്, പക്ഷെ നോക്കുക ഇങ്ങനെ എക്സ്ട്രാപ്ലേറ്റ് ചെയ്ത് വേറെ പ്രഷർ സീറോ ആവുന്ന ആ പോയിന്റിലെല്ലാം
എന്താണ് ടെമ്പറേച്ചർ -273.15 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് കാണിക്കുന്നത്. അത് പല ഗ്യാസ് എടുത്താലും എല്ലാത്തിനും സെയിം അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. ഓക്കെ, അപ്പം ഡിഫറെന്റ് ഗ്യാസസ് ഹാവ് സെയിം എന്താണ് സെയിം absolute temperature. Okay, so different gases shows same absolute temperature, shows same absolute temperature. ആ ടെമ്പറേച്ചർ എന്ന് പറയുന്നതാണ് -273.15 ഡിഗ്രി സെൽഷ്യസ്. അപ്പം അതുകൊണ്ട് തന്നെ അതെല്ലാം എന്താണ് സെയിം അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏറ്റവും മിനിമം പോസിബിൾ ടെമ്പറേച്ചർ ആണ്. അത് പ്രഷർ 0 ആവുന്ന കേസിൽ ടെമ്പറേച്ചറും ഏറ്റവും മിനിമം ആയി നിൽക്കുന്നതാണ്. അപ്പം ദാറ്റ് മീൻസ് അവിടെ ഏറ്റവും മോളിക്കുലർ ആക്ടിവിറ്റി ഏറ്റവും കുറവുള്ള ഒരു ലീസ്റ്റ് പോസിബിൾ മോളിക്കുലർ ആക്ടിവിറ്റി ഉണ്ടാവുന്ന ഒരു ടെമ്പറേച്ചർ ആയിരിക്കും ഇതെന്നാണ് എടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ -273.15 ഡിഗ്രി സെൽഷ്യസിനെ ആ ഒരു ഇതിനെ വിളിക്കുന്നതാണ് അബ്സല്യൂട്ട് സീറോ എന്ന്. അതുകൊണ്ട് തന്നെയാണ് അതിനെ വിളിക്കുന്നത് അബ്സല്യൂട്ട് സീറോ. അപ്പം ഈ അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നതാണ് കെൽവിൻ ടെമ്പറേച്ചർ സ്കെയിലിന്റെ ആധാരമാക്കി വെച്ചിരിക്കുന്നത്. കെൽവിൻ ടെമ്പറേച്ചർ സ്കെയിലിന്റെ ആധാരമാക്കി വെച്ചിരിക്കുന്നതാണ് ഈ ഒരു അബ്സല്യൂട്ട് സീറോ. ഓക്കെ, ഈ അബ്സല്യൂട്ട് സ്കെയിൽ ടെമ്പറേച്ചർ ലോർഡ് കെൽവിൻ എന്ന് പറഞ്ഞ സയന്റിസ്റ്റിന്റെ ആധാരമാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കെൽവിൻ സ്കെയിലിൽ മെഷർ ചെയ്യുന്നത്. അത് കെൽവിൻ സ്കെയിലിൽ ഫോർ ദ കെൽവിൻ സ്കെയിൽ, ഈ കെൽവിൻ ടെമ്പറേച്ചർ സ്കെയിലിലെ സീറോ എന്ന് പറയുന്ന കെൽവിൻ ടെമ്പറേച്ചർ സ്കെയിലില് 0 കെൽവിൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് റെഫർ ടു ദ അബ്സല്യൂട്ട് സീറോ. കെൽവിൻ ടെമ്പറേച്ചർ സ്കെയിലിലെ 0 കെൽവിൻ എന്ന് പറയുന്നതാണ് -273.15 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അവരുടെ ഏറ്റവും ഈ 0 പോയിന്റ് എന്ന് പറയുന്നത് ഈ ടെമ്പറേച്ചറിലാണ് എല്ലാ പാർട്ടിക്കിൾസിനും ഏറ്റവും മിനിമം മോഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, ഇപ്പൊ കെൽവിൻ സ്കെയിലിലെ 0 മീൻസ് ദാറ്റ് ഇസ് അബ്സല്യൂട്ട് സീറോ വിച്ച് ഇസ് ഇൻ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിൽ -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ ഈ സീറോയിലാണ് കംപ്ലീറ്റ് തെർമൽ എനർജിയെ ഉണ്ടാവില്ല അവിടെ. ഓക്കെ, സോ കെൽവിൻ സ്കെയില് എന്താണ് കെൽവിൻ സ്കെയിലിലെ 0 മീൻസ് ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിലെ സീറോയിൽ തെർമൽ ആക്ടിവിറ്റി പിന്നെയും ഉണ്ടാവും. ബട്ട് കെൽവിൻ സ്കെയിലിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെൽവിൻ സ്കെയിലിലെ 0 കെൽവിൻ മീൻസ് അവിടെ തെർമൽ എനർജിയുടെ കംപ്ലീറ്റ് ആബ്സെൻസ് ആണെന്നാണ് ഉള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ -273.15 ഡിഗ്രി സെൽഷ്യസിനെയാണ് 0 പോയിന്റ് എന്ന് പറയാ. ഓക്കെ, -273.15 ഡിഗ്രി സെൽഷ്യസിനെയാണ് എന്ത് പറയുന്നത് 0 പോയിന്റ് എന്ന് പറയാം. ദാറ്റ് ഇസ് ദ 0 കെൽവിൻ. ഓക്കെ, ദാറ്റ് ഇസ് ദ 0 കെൽവിൻ. അപ്പം ഈ കെൽവിന്റെയും അപ്പൊ നമ്മൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇതിന്റെ ഒരു 0 കെൽവിൻ മീൻസ് ദാറ്റ് ഇസ് -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ ഈ കെൽവിന്റെയും സെൽഷ്യസ് ടെമ്പറേച്ചർ സ്കെയിലിന്റെയും ഒരു യൂണിറ്റിന്റെ സൈസ് സെയിം ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് 1 കെൽവിനും 1 ഡിഗ്രി സെൽഷ്യസും ഇക്വലന്റ് ആണ്. ഒരു കെൽവിന്റെ എത്ര യൂണിറ്റ് ആണോ അത് തന്നെയാണ് 1 ഡിഗ്രി സെൽഷ്യസ് എടുത്താലും നമുക്ക് കിട്ടുന്നത്. ആ യൂണിറ്റ്സ് സെയിം ആണ്. 1 കെൽവിനും 1 ഡിഗ്രി സെൽഷ്യസും സെയിം ആണ്. ബട്ട് ഇഫ് യു ടേക്ക് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഫാരൻഹീറ്റ് നമ്മൾ റിലേഷൻ നോക്കുകയാണെങ്കിൽ 33.8 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഓക്കെ, ഇപ്പൊ 1 കെൽവിനും 1 ഡിഗ്രി സെൽഷ്യസും സെയിം ആണ്. പക്ഷെ 1 ഡിഗ്രി സെൽഷ്യസ് 33.8 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. നമ്മൾ കൺവേർഷൻസ് കണ്ടതാണ് അല്ലെ. അതുകൊണ്ട് തന്നെയാണ് ഈ സൈസ് ഓഫ് യൂണിറ്റ് കെൽവിനിലും സെൽഷ്യസിലും സെയിം ആണ്. അപ്പം ടെമ്പറേച്ചർ ഈ കെൽവിനിലെയും സെൽഷ്യസിനെയും ടെമ്പറേച്ചർ സ്കെയിൽസ് റിലേറ്റഡ് ആവുന്ന ഇക്വേഷൻ ഇതാണ്. ടി എന്ന് പറയുന്നത് ടി ഈസ് ദ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. ഓക്കെ, ടി ഈസ് ദ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. അത് ഡിഗ്രി സെൽഷ്യസുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ആവുന്നത് വെച്ചാൽ ടി ഈസ് ഈക്വൽ ടു TC പ്ലസ് 273.15. ഓക്കെ, ഇപ്പം ഇതിൻ്റെ അകത്ത് 1 കെൽവിൻ എന്ന് പറയുമ്പോൾ 1 ആണെങ്കിൽ ഫോർ 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ മീൻസ് 273.15 പ്ലസ് 1.
ഓക്കെ, ഇപ്പൊ ഇവിടുത്തെ 0 ആണെങ്കിൽ TC is equal to -273.15 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ഇതാണ് ഇവരുടെ തമ്മിലുള്ള റിലേഷൻ. അത് ഇവരുടെ തമ്മിലുള്ള ബന്ധം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കെൽവിനും ഒരു ഡിഗ്രി സെൽഷ്യസും എന്താണ് അതിന്റെ ആ യൂണിറ്റ് എന്ന് പറയുന്നത് സെയിം ആണ്. നേരെ മറിച്ച് ഇവിടെ 1 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 33.8 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഓക്കെ, 1 ഡിഗ്രി ജസ്റ്റ് ഇത് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് ഈ 1 കെൽവിൻ ഇക്വൽ ടു 1 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ആ യൂണിറ്റ് സെയിം ആണെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ഒരു കെൽവിനും 1 ഡിഗ്രി സെൽഷ്യസിന്റെ ഇക്വലൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. സൈസിന്റെ ഇക്വലൻസ് ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, കൺഫ്യൂസ് ഇറ്റ് ദ റീഡിങ്. അപ്പം റീഡിങ്ങിന് കൺഫ്യൂസ് ചെയ്യാതിരിക്കാൻ ഇവിടെ ഒരു ഗ്രാഫ് ഉണ്ട് നോക്കുക. ഇവിടെ കെൽവിനും this is the Kelvin. Okay, this is the Kelvin scale. ഇത് കെൽവിൻ സ്കെയിൽ ആണ്. ഇതെന്ന് പറയുന്നത് സെൽഷ്യസ് സ്കെയിൽ ആണ്. ഓക്കെ, ഇത് കെൽവിൻ സ്കെയിൽ ആണ്. ഇത് രണ്ടാമത് കാണിച്ചിരിക്കുന്നത് സെൽഷ്യസ് സ്കെയിൽ ആണ്. ആൻഡ് മൂന്നാമത് കാണിച്ചിരിക്കുന്നത് ഫാരൻഹീറ്റ് സ്കെയിൽ ആണ്. മൂന്ന് സ്കെയിലിന് ഒരു കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്, അവിടെ മനസ്സിലാവും. അപ്പൊ നമ്മളിപ്പം ഇത്രയും നാളും പഠിച്ചത് നമുക്ക് അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്ന പുതിയൊരു കാര്യം കണ്ടു. പിന്നെ നമുക്കറിയാവുന്ന ഫിക്സഡ് പോയിന്റ്സ് ഉണ്ട്, ഐസ് പോയിന്റും സ്റ്റീം പോയിന്റും. സോ നമുക്ക് ആദ്യം നമുക്ക് സെൽഷ്യസ് സ്കെയിലിൽ നിന്ന് തന്നെ തുടങ്ങാം. സെൽഷ്യസ് സ്കെയിലിലെ അബ്സല്യൂട്ട് സീറോ മീൻസ് -273.15 ഡിഗ്രി സെൽഷ്യസ്. ഐസ് പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസ്, ഇത് 100 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ നമ്മൾ പഠിച്ച ഫാരൻഹീറ്റ് സ്കെയിലാണ്. ഇപ്പൊ ഫാരൻഹീറ്റ് സ്കെയിലിന് നമുക്ക് ഗിവൺ TC ആണെങ്കിൽ നമുക്ക് TC തന്നിരിക്കുകയാണ്. നമ്മുടെ ക്വസ്റ്റിന് TC ഉണ്ടെങ്കിൽ ഫാരൻഹീറ്റ് സ്കെയിൽ കണ്ടുപിടിക്കാൻ TF is equal to 9/5 TC plus 32 നമ്മൾ ചെയ്താൽ മതി. 9/5 TC plus 32 അത് വെച്ച് നമുക്ക് TF കണ്ടുപിടിക്കാം. അപ്പൊ -273.15 ഡിഗ്രി സെൽഷ്യസ് മീൻസ് ഈ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ that will be -459.69 ഡിഗ്രി ഫാരൻഹീറ്റ്. ഒരു ഐസ് പോയിന്റും സ്റ്റീം പോയിന്റും അതുപോലെ കണ്ടുപിടിക്കാം. നമ്മൾ നെക്സ്റ്റ് കെൽവിൻ സ്കെയിലിലേക്ക് വരികയാണെങ്കിൽ Kelvin scale represented by T, that is related to the Celsius scale as TC plus 273.15. ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ റിലേഷൻ വരിക. അപ്പൊ അത് വെച്ചിട്ട് ഇവിടുത്തെ അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് തെർമൽ എനർജിയുടെ ടോട്ടൽ ആബ്സെൻസ് കാണിക്കുന്ന 0 കെൽവിൻ തന്നെയാണ് അബ്സല്യൂട്ട് സീറോ. ആൻഡ് ഐസ് പോയിന്റ് 273.15, steam point 373.15 Kelvin. Okay, size of unit in Kelvin scale is equal to size of unit in Celsius scale. Okay, അവരുടെ രണ്ടിന്റെയും ആ സൈസ് ഓഫ് യൂണിറ്റ് സെയിം ആണ്. നേരെ മറിച്ച് ഫാരൻഹീറ്റിന്റെ സൈസ് ഓഫ് യൂണിറ്റും കാര്യം ഫാരൻഹീറ്റും സെൽഷ്യസും നോക്കിയെടുക്കുകയാണെങ്കിൽ സെൽഷ്യസിൽ 100 ഈക്വൽ ഇൻട്രവൽസ് ഉള്ളപ്പോൾ ഫാരൻഹീറ്റിന് 180 ഈക്വൽ ഇൻട്രവൽസ് ആണ് ഉള്ളത്. ഓക്കെ, അത് ഇവിടെ ഞാനിവിടെ ഇങ്ങനെ 1 കെൽവിൻ ഇസ് ഈക്വൽ ടു 1 ഡിഗ്രി സെൽഷ്യസ് എന്ന് ഇവിടെ മാർക്ക് ചെയ്ത് ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് നോക്കേണ്ട കാര്യം. ഞാൻ ഇവിടെ കൺവേർഷൻ ആണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് കൺഫ്യൂഷൻ ആക്കാണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമാണ്. സൈസ് ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ സ്കെയിലിലെയും സെൽഷ്യസ് സ്കെയിലിലെയും സെയിം ആണ്. നേരെ മറിച്ച് സൈസ് ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത് സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും ഡിഫറെന്റ് ആണ്. സൈസ് ഓഫ് ഇന്റർവൽസ് ബിറ്റ്വീൻ ദ സ്റ്റീം പോയിന്റ് ആൻഡ് ഐസ് പോയിന്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് സെക്ഷൻ കാണാം. താങ്ക് യു.